ദുരന്തർ മൂവി എനിക്ക് ഇന്നാണ് കാണാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇതിൻ്റെ റിവ്യൂ ചെയ്യുന്നത്. കാരണം ഇത് റിലീസായ സമയത്ത് ഞങ്ങളുടെ ഈ ഭാഗത്ത് ഈ സിനിമ റിലീസായിട്ടില്ല. അങ്ങനെ ഇവിടെ റിലീസായിട്ടില്ലെങ്കിലും അത് ദൂരെയാണ് റിലീസാകുന്നതെങ്കിൽ ഞാൻ അവിടെ പോയി കണ്ടിട്ട് അത് അന്ന് തന്നെ റിവ്യൂ ചെയ്യാറുണ്ട്. പക്ഷേ ഇത് റിലീസായ ടൈമിൽ എനിക്ക് എവിടേക്കും പോകാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആയിരുന്നു. അതുകൊണ്ട് ഇന്ന് ഈ സിനിമ ഇവിടെ വന്നു. അപ്പോൾ ഞാൻ ഇന്ന് ആദ്യ ഷോ തന്നെ കണ്ടിട്ട് വരികയാണ്. അപ്പോൾ ഈ സിനിമയെ കുറിച്ചുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയാം. ഇത് ഇന്ത്യയിൽ നടന്ന യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിക്കൊണ്ട് അതേസമയം അതിൽ അയൽ രാജ്യത്തിൻ്റെ ഒരു സാന്നിധ്യവും ഉള്ള ഒരു കഥ തന്നെയാണ് ദുരന്തർ. ഇത്രയും കാര്യം മാത്രമേ ഞാനിവിടെ പറയുന്നുള്ളൂ. കഥയിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ബാക്കി നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലാക്കുക. കാണാത്തവർ സിനിമ കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ ഇത് യഥാർത്ഥ സംഭവങ്ങൾ എന്ന് പറയുമ്പോൾ ഇതിൽ ഹൈജാക്ക് ഉണ്ട്, കറൻസികളെ സംബന്ധിച്ച കാര്യമുണ്ട്, പിന്നെ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും ഭയങ്കരമായ ടെററിസം ഉണ്ട്, തീവ്രവാദമുണ്ട്. അപ്പോൾ യഥാർത്ഥ സംഭവങ്ങളെ യഥാർത്ഥത്തിൽ തന്നെ ചിത്രീകരിക്കാൻ ഇവർ ശ്രമിച്ചിരിക്കുന്നത് കൊണ്ട് സിനിമ മുഴുവനും വല്ലാത്ത വയലൻസാണ്. വയലൻസാണ്. ഈ സിനിമയുടെ കഥയും സ്ക്രീൻ പ്ലേ അതേപോലെ ഡയറക്ഷനൊക്കെ ചെയ്തിരിക്കുന്നത് ആദിത്യ ധറാണ്. ആദിത്യ ധർ വല്ലാത്തൊരു സംഭവം തന്നെയാണ് എടുത്തു വച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ വയലൻസ് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്കും ആക്ഷനൊക്കെ ഇഷ്ടപ്പെടുന്നവർക്കും ഈ സിനിമ നല്ലൊരു വിരുന്ന് തന്നെയാണ്, ഹരം തന്നെയാണ്. എന്നാൽ വയലൻസേ ഇഷ്ടപ്പെടാത്തവരാണ് ഈ സിനിമ കാണാൻ പോകുന്നതെങ്കിൽ അവരുടെ കാര്യം കട്ടപ്പുകയാണ്. കാരണം ഈ സിനിമ കണ്ടിട്ട് കുറച്ച് ദിവസത്തേക്ക് ഇതിലത്തെ വയലൻസൊക്കെ മനസ്സിൽ നിന്ന് പോവില്ല. അതുപോലത്തെ സംഭവങ്ങളുണ്ട്. ഇതിൽ അർജുൻ രാംപാൽ എന്നൊരു നടനുണ്ട്. അങ്ങേരുടെ കഥാപാത്രത്തിൻ്റെ പേര് മേജർ ഇക്ബാലാണ്. ഈ മേജർ ഇക്ബാൽ ഈ സിനിമയിൽ ഒരാളെ പീഡിപ്പിക്കുന്ന രംഗം കണ്ടു കഴിഞ്ഞാൽ ഫാമിലികളാണ് ഈ സിനിമയ്ക്ക് ടിക്കറ്റ് എടുത്ത് തിയേറ്ററിൽ കയറിയിരിക്കുന്നതെങ്കിൽ അതിലെ ചില ഫാമിലികളൊക്കെ ഈ ഒരു സീന് കാണുന്ന സമയത്ത് തിയേറ്ററിൽ നിന്ന് എഴുന്നേറ്റ് ഓടി രക്ഷപ്പെട്ട് കളയും എന്ന് തോന്നിപ്പോവും. അതിനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഒരാളുടെ മേലെ കുറേ കൊളുത്തുകളൊക്കെ ഇട്ടിട്ട് ഒരു പ്രത്യേക പീഡനമാണ്. അപ്പോൾ വയലൻസാണ് ഈ സിനിമ യഥാർത്ഥ സംഭവങ്ങളെ ആസ്പദമാക്കിയിട്ട്. ഇനി ഈ സിനിമ എങ്ങനെയായിരുന്നു എന്നതിലേക്ക് കടക്കാം. ഇതിലെ നന്നായിട്ട് അഭിനയിച്ചിരിക്കുന്ന വ്യക്തി ഇതിലെ ഹീറോ ആയ രൺവീർ സിംഗ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഇതിൽ രൺവീർ സിംഗ് ഉണ്ട്. സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെയും പുള്ളി സിനിമ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. പക്ഷേ പുള്ളി എപ്പോഴും വളരെ ശാന്തനായിട്ടാണ് ഈ സിനിമയിൽ നിലകൊള്ളുന്നത്. കാരണം അങ്ങനത്തെ ഒരു കഥാപാത്രമാണത്. അതുകൊണ്ട് എവിടെയും പുള്ളിക്ക് ഒരു തടസ്സമുണ്ട്. അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. അതുകൊണ്ട് പുള്ളി എപ്പോഴും ശാന്തനാണ്. പക്ഷേ ശാന്തനാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഭീകരമാണ് കേട്ടോ, അത് വേറെ കാര്യം. പക്ഷേ സിനിമയിൽ രൺവീർ സിംഗ് അല്ല എനിക്ക് കണ്ടിട്ട് ഒരു യഥാർത്ഥ ഹീറോ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഹീറോയിസൊക്കെ ഉണ്ട്, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്, നന്നായിട്ടുണ്ട്. പക്ഷേ പുള്ളിയല്ല കേട്ടോ. ഈ സിനിമയിൽ കിടിലൻ സംഭവങ്ങൾ ചെയ്തു വെച്ചിരിക്കുന്നത് ഇതിലത്തെ വില്ലനായി ചെയ്ത അക്ഷയ് ഖന്ന തന്നെയാണ്. എമ്മാതിരി പെർഫോമൻസ് അയാൾ ചെയ്തു വെച്ചിരിക്കുന്നത്. അന്തം വിട്ട് ഞാൻ നോക്കിയിരുന്നു കേട്ടോ. പുള്ളീനെ ഈ സിനിമയിൽ പുള്ളിയുടെ കഥാപാത്രത്തിൻ്റെ പേര് റഹ്മാൻ ബലൂച്ച് അഥവാ റഹ്മാൻ ഡക്കൈറ്റ്, അതാണ് കഥാപാത്ര നെയിം. പുള്ളി ഈ സിനിമയിൽ എൻ്റർ ആകുന്ന സമയത്ത് പൊട്ടിക്കരയേണ്ട ഒരു സീനാണ്. പുള്ളി പൊട്ടിക്കരയേണ്ട ഒരു സീനാണ്. പക്ഷേ ഈ സിനിമ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വല്ലാത്ത വയലൻസ് ഉള്ള സിനിമയാണ്. അപ്പോൾ വയലൻസിൻ്റെയൊക്കെ നേതാവായിട്ടുള്ള വില്ലൻ വരുമ്പോൾ വില്ലൻ എങ്ങനെ ഇരിക്കണം? അമ്മാതിരി ഭീകരനായിട്ട് നമുക്ക് തോന്നുകയും വേണ്ടേ? അപ്പോൾ അയാൾ ഭീകരനായി തോന്നുകയും വേണം, പക്ഷെ അവിടെ പൊട്ടിക്കരയും വേണം. അപ്പോൾ ഇയാൾ എന്ത് ചെയ്യുമെന്ന് നോക്കിയാൽ അസാധ്യ പെർഫോമൻസ് ആട്ടോ ആ സീനിൽ അയാൾ ചെയ്തിരിക്കുന്നത്. അക്ഷയ് ഖന്ന തന്നെയാണ്. അയാളെ ഈ സിനിമയിൽ മറികടന്ന് അഭിനയിക്കാൻ ഈ സിനിമയിൽ വേറെ ആർക്കും പറ്റിയിട്ടില്ല. അയാളിൽ തന്നെയാണ് ഫുൾ ഫോക്കസും. ഇപ്പോൾ ഈ സിനിമ കാണുന്ന സമയത്ത് നന്നായിട്ട് അഭിനയിക്കുന്നവരെ പ്രേക്ഷകരുണ്ടല്ലോ, അവരുടെ ഫോക്കസ് മുഴുവൻ തീർച്ചയായിട്ടും എല്ലാവരുടെ ഫോക്കസ് അക്ഷയ് ഖന്നയെ തന്നെ പോകും. അമ്മാതിരി പെർഫോമൻസാണ് അയാൾ ചെയ്യുന്നത്. ആ തുറിച്ചു നോട്ടവും ഭീകരതയും അയാളുടെ സംശയത്തോടെയുള്ള ഓരോ ചലനങ്ങളും ഒക്കെ തന്നെ. അപ്പോൾ ഈ ഞാൻ പറഞ്ഞ
സീനിൽ അയാൾ വരുമ്പോൾ അയാൾ കരയണം. അപ്പം അയാൾ ആ ഒരു വില്ലനിസത്തെ അങ്ങനത്തെ മുറുകെ പിടിച്ചുകൊണ്ട്, അതായത് അയാൾ അവിടെ പൊട്ടിക്കരഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ആ വില്ലനിസം പ്രേക്ഷകരുടെ മനസ്സിൽ താഴ്ന്നു പോകും. പക്ഷെ അയാൾ ആ ഒരു വില്ലൻ്റെ ആ ഒരു മുഖത്ത് അങ്ങനെ തന്നെ വെച്ചുകൊണ്ട് കണ്ണിന്ന് ഇങ്ങനെ വെള്ളം ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ്. പക്ഷെ മുഖത്തുള്ള ആ വില്ലൻ്റെ ഭാവം തെല്ലും കുറയുന്നില്ല, അതിശയിപ്പിച്ച് കളഞ്ഞു. അയാൾ ആ ഒരു സ്ഥലത്ത് എത്തിയിട്ട് അവിടെ നിന്നിട്ട് അയാൾ കരയാനുണ്ട്. അപ്പോൾ അയാളത് അവിടെ ചെയ്യുമ്പോൾ അയാളുടെ ഈ താടി ഉണ്ടല്ലോ, ഈ ഭാഗമൊക്കെ ചെറിയ കുട്ടികൾ പൊട്ടിക്കരയുമ്പോൾ ഒന്ന് കാണിക്കില്ലേ, അതുപോലെ ഇവിടെ ഇങ്ങനെ താടി ഇങ്ങനെ ഇളകുന്നുണ്ട് കരയുമ്പോൾ. പക്ഷെ മുഖത്തുള്ള ആ വില്ലൻ്റെ ഭാവേ പോകുന്നില്ല. ഞാൻ അന്തം വിട്ടുപോയി. അയാൾ അങ്ങനെ ആ വേഷമായിട്ട് തന്നെ മാറിയിരിക്കുകയാണ്, അതിശയിപ്പിച്ച് കളഞ്ഞു. ഫുൾ ഫോക്കസും അയാളിൽ തന്നെ ആട്ടോ. അയാൾ കാരണം തന്നെ ഈ സിനിമയിൽ മറ്റുള്ള കഥാപാത്രങ്ങൾക്കൊക്കെ ഒരു ശക്തി വരുന്നുണ്ട്, ഒരു ത്രില്ലിങ് വരുന്നുണ്ട്. കാരണം വില്ലൻ അയാളാണ്. പിന്നെ ഈ സിനിമയിൽ ഒരു ഹീറോ ആയിട്ട് എനിക്ക് ശരിക്കും തോന്നിയത് ഇതിലെ SP ചൗധരി എന്ന കഥാപാത്രത്തെ ചെയ്തിരിക്കുന്ന നമ്മുടെ സഞ്ജയ് ദത്താണ്. പുള്ളി ഇതിൽ നല്ല ഹീറോയിസം ചെയ്യുന്നുണ്ട്, കോമഡി രീതിയിലാണ് ചെയ്യുന്നത്. എന്നാൽ അതേസമയം ചെയ്യുന്നതൊക്കെ ഭയങ്കര ഭീകരമാണ്, വയലൻസാണ്. പുള്ളി വെടിവെക്കുമ്പോഴൊക്കെ ഓരോ ആളുടെ തല പൊട്ടിത്തെറിച്ച് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയാണ് വരുന്നതെങ്കിലും പുള്ളി എപ്പോഴും ചിരിച്ചുകൊണ്ടാണ്. ഭയങ്കര ശരിക്കും പറഞ്ഞാൽ സഞ്ജയ് ദത്താണ് ഇതിലെ ഹീറോ എന്ന് തോന്നിപ്പോകും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിലത്തെ ഹീറോയ്ക്ക് കുറേ തടസ്സങ്ങളുണ്ട്, അങ്ങനത്തെ ഒരു കഥാപാത്രമാണ്. പക്ഷേ എന്നിരുന്നാലും ഈ സിനിമയുടെ അവസാനം വില്ലനോട് ഈ ഹീറോ അതിൻ്റെ റിവെഞ്ച് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ചെയ്യുന്ന സമയത്ത് സത്യം പറഞ്ഞാൽ അവിടെയെങ്കിലും പുള്ളിയുടെ ആ ഒരു പൊസിഷൻ അനുസരിച്ചുള്ള ഒരു ആക്ഷനൊക്കെ കൊടുക്കാമായിരുന്നു. അതിൻ്റെ ഒരു കുറവുണ്ട് കേട്ടോ. കാരണം അവിടെ ഇയാൾ ആക്ഷനിലൊക്കെ ഇറങ്ങുന്നുണ്ട്, കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, അവിടെ ഭയങ്കര വയലൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. പക്ഷേ ആക്ഷനിൽ പുള്ളി ഒന്നുകൂടി കുറേ പേരെ കൂടി പുള്ളിയുടെ മുന്നിൽ ഇറക്കിയിട്ടുള്ള ഒരു ആക്ഷൻ കൊടുക്കാമായിരുന്നു. കാരണം ഇന്ത്യയുടെ ആ ഒരു ലെവൽ എന്താണെന്ന് അവിടെ തെളിയിക്കുന്ന സീനുകൾ വേണമായിരുന്നു. കാരണം ബാക്കി ഈ സിനിമയിൽ കാണിക്കുന്ന സ്ഥലത്തിൻ്റെ സംഭവങ്ങളൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ അത്രത്തോളം നമ്മുടെ ഹീറോ അവിടെ ലാസ്റ്റ് ചെയ്യാമായിരുന്നു. പക്ഷേ ഹീറോയും ഇതിൽ കുറേ വയലൻസ് ചെയ്യുന്നുണ്ട് കേട്ടോ, ഇല്ല എന്നല്ല ഞാൻ പറയുന്നത്. എന്നാൽ അവസാന രംഗത്ത് ഒന്നുകൂടി ഉഷാറാക്കാമായിരുന്നു. ഇനി പുള്ളിയുടെ ആ ഉഷാർ നമ്മൾ കാണണമെങ്കിൽ ഇത് വരുന്നുണ്ട്, ദുരന്തർ 2. പക്ഷേ സെക്കൻഡ് പാർട്ട് വരുമ്പോഴെങ്കിലും പുള്ളിക്ക് നല്ല സംഭവങ്ങൾ കൊടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അപ്പോൾ ഈ സിനിമയിൽ തുടക്കത്തിൽ തന്നെ ഇതിലെ കഥയും കഥാപാത്രങ്ങളും ഒക്കെ സാങ്കല്പികം എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ദുരന്തർ ഒരു യഥാർത്ഥ സംഭവം. അപ്പോൾ ഈ സിനിമ ഒരു കാര്യം നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്, ഒരു ഗുണപാഠമല്ല, ഒരു ഉണർത്തൽ. എന്താണെന്ന് വെച്ചാൽ ഇവന്മാരുടെ കയ്യിലൊക്കെ നമ്മളെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ കാര്യം കട്ട പോകാം. ബാക്കി നിങ്ങൾ സിനിമ കണ്ട് മനസ്സിലായിക്കോളൂ.